പ്രൈസ് ദ ലോർഡ്. ഇന്ന് ഞാൻ ഈ ക്രൈസ്റ്റ് ആൻഡ് മീ ചാനലിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എങ്ങനെയാണ് മാർത്തോമ സഭയിൽ നിന്നും പെൻറ്റക്കോസ്റ്റൽ സഭയിലോട്ട് വന്നത്. അതൊരു അതിശയകരമായ രീതിയിലാണ് ദൈവം തന്നെയാണ് നടത്തിയെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആക്ച്വലി ഞാനൊക്കെ ബോംബെയിലാണ്, ഫാമിലിയായിട്ട് ഞങ്ങൾ ബോംബെയിലാണ് ജീവിച്ചത്. ബോംബെയിലാവുമ്പോൾ അറിയാമല്ലോ, ഇംഗ്ലീഷ് ഹിന്ദിയും ഇങ്ങനെയൊക്കെയുള്ള ഭാഷകളാണ് കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാനവിടെ ബോംബെയിൽ ഒരു ഇംഗ്ലീഷ് സർവീസിലായിരുന്നു പോകുന്നത്, മാർത്തോമ ചർച്ചിൽ. അങ്ങനെ ആയി. ഞാൻ പിന്നെ ഒരു സമയം വന്നപ്പോൾ, വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു സമയം വന്നപ്പോൾ നാട്ടിലോട്ട് വരേണ്ട ആവശ്യം വന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയും ഇവിടെയും ഈ മാർത്തോമ ചർച്ചിൽ ആയിരിക്കുമ്പോൾ ഈ മലയാളം സർവീസേ ഉള്ളൂ, അവിടെ ഇംഗ്ലീഷ് സർവീസ് ഇല്ല. അപ്പം നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി. അതെങ്ങനെ പറയേണ്ടി ചൊല്ലുന്നത്, ബുക്കൊക്കെ വായിക്കുന്നതൊക്കെ നമുക്ക് ഒക്കുന്നില്ലായിരുന്നു. അത് നിമിത്തമുള്ള വലിയൊരു ഡൾനെസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഞങ്ങൾക്ക് അധികം അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആരോ പറഞ്ഞു, ഒരു ഇംഗ്ലീഷ് സർവീസ് ഉണ്ട്, അവിടെ പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് അഡ്രസ്സൊക്കെ പറഞ്ഞു തന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞും അവിടെ പോയി. അങ്ങനെ വന്നപ്പോൾ അവിടെ ഞങ്ങൾ കണ്ടു, കൊച്ചു സ്റ്റുഡൻസായിട്ടുള്ളവരാണ് അത് നടത്തുന്നത്, വളരെ യങ്സ്റ്റേഴ്സായിട്ടുള്ളവരാണ് നടത്തുന്നത്. എന്നാലും വേണ്ടിയില്ല, ഇംഗ്ലീഷാണല്ലോ, അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുമല്ലോ എന്ന് വിചാരിച്ച് ചില മാസങ്ങൾ ഞങ്ങളവിടെ ആയിരുന്നു. ഒരു ദിവസം പക്ഷേ എന്തോ പറ്റിയെന്ന് പറഞ്ഞാൽ, ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു ചെറിയ വ്യത്യാസം വരാൻ തുടങ്ങി ആ സഭയ്ക്കുള്ളിൽ. നമ്മുടെ ഒക്കെ അടുത്ത് നിൽക്കുന്ന ഒരാൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ പുറമോട്ടൊരു വീഴ്ചയും വീണു. നമുക്കറിയാമല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ, സ്ലെയിൻ ഇൻ ദ സ്പിരിറ്റ് എന്ന് പറയുന്ന ആ ഒരു അനുഭവം. അത് ആദ്യം ഞങ്ങൾ കണ്ടപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലെ തോന്നി. എന്നാലും ആ ഒരാളാണ് അങ്ങനെ വീണത്. അത് നിമിത്തം ഞങ്ങൾ ജസ്റ്റ് ഓക്കെ, അടുത്ത ആഴ്ചയിലും നമ്മൾ വന്നു. പക്ഷേ പതുക്കെ അങ്ങനത്തെ ഒരു കാര്യം അവിടെ മാനിഫെസ്റ്റ് ആകാൻ തുടങ്ങി. അതുകൂടാതെ വേറെ ഒരു കാര്യം മാനിഫെസ്റ്റ് ആകാൻ തുടങ്ങി. അത് നമുക്കൊട്ടും സഹിക്കത്തില്ലായിരുന്നു. അതെന്ന് പറഞ്ഞാൽ, ഒരാൾ അങ്ങ് ചിരിക്കാൻ തുടങ്ങി. അങ്ങ് ഭയങ്കര ലൗഡായിട്ട്, അങ്ങ് എന്തോ പറയുക, അങ്ങ് ഭയങ്കര എന്തോ ഒരു വലിയ ജോക്കിന് ചിരിക്കുന്നത് പോലെ അങ്ങ് ഉറക്കെ വിത്തൗട്ട് കൺട്രോളില്ലാതെ ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. അത് തന്നെയല്ല, ആ ആൾ ചിരിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ ആടെ നെക്സ്റ്റ് ആയിട്ടിരിക്കുന്ന ആ ആളും കൂടെ ചിരിക്കാൻ തുടങ്ങി, സെയിം രീതിയിൽ. അങ്ങനെ ഉറക്കെ അങ്ങ് അതൊരു എന്തോ ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് ആരാധിക്കാനോ വന്നതെന്നോ അല്ലെ പ്രാർത്ഥിക്കുന്ന സമയമാണെന്നോ ഒന്നും മനസ്സിലാക്കാതെ അങ്ങ് ചിരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട്. അത് കണ്ടപ്പോൾ നമുക്ക് തോന്നി, ഓക്കെ, നമുക്ക് ഈ ഒരു അന്തരീക്ഷം നമുക്ക് സൂട്ടാവുന്നില്ല, അതുകൊണ്ട് നമുക്ക് വേറെ ചർച്ചിൽ പോകാം എന്നുള്ള. അതായത് വീട്ടിൽ വന്നപ്പം പിന്നെ നമ്മളങ്ങ് ഡിസൈഡ് ചെയ്തു, നമുക്ക് ദൈവത്തോടെ തന്നെ അങ്ങ് പ്രാർത്ഥിച്ച് ചോദിക്കാം, ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് ഞങ്ങൾ എവിടെ പോയി ഇരിക്കണമെന്നുള്ളത് ദൈവത്തോടെ പ്രാർത്ഥിക്കാമെന്ന് അങ്ങ് ചിന്തിച്ചു. ആ രീതിയിൽ ഞങ്ങൾ എങ്ങും പോയില്ല. പിന്നെ ഒരു ഞായറാഴ്ച എങ്ങും പോകുന്നില്ല. അതുപോലെ ഞങ്ങൾ ഓരോ ദിവസവും ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവം തന്നെ ഒരു സഭ ഇവിടെ ഈ നാട്ടിൽ കാണിക്കണമെന്നുള്ള. അങ്ങനെ വന്നപ്പോഴാണ് ഒരു മാസം കഴിഞ്ഞു. ദൈവത്തിൻ്റെ ആ ഒരു ആലോചന ആ കാര്യത്തിൽ വന്നില്ല. രണ്ടാമത്തെ മാസം കഴിഞ്ഞു, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ടും അങ്ങനെ ഒരു ആലോചന കിട്ടിയില്ല. മൂന്നാമത്തെ മാസവും കഴിയാറായപ്പം ഏറ്റവും ഒടുവിലത്തെ ദിവസം
എൻ്റെ ഭർത്താവിനൊരു സ്വപ്നം കിട്ടി. അതിനകത്ത് ഇങ്ങനെയായിരുന്നു: ശാന്തി ഭവൻ, പീസ് കോട്ടേജ്, ഈ 2 വേർഡ്സ് മാത്രം. അപ്പം എൻ്റെ ഭർത്താവ് പറഞ്ഞു, യെസ്, ഇത് തന്നെയാണ് ചർച്ച് ഏതാണെന്ന് കാണിക്കുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു കാര്യം നമുക്ക് അറിയാമായിരുന്നു. ശാന്തി ഭവൻ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ വീട് ചെറുകോല. അപ്പം നമ്മൾ ആ ചെറുകോലോട്ട് പോകുന്ന ആ വഴിയിൽ, ചെറുകോല അടുക്കാറാവുമ്പോൾ ഒരു ശാന്തി ഭവൻ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് ആരും അതിനകത്ത് പാർക്കാതെ, ഒരു ചെറുതായിട്ട് ഇടിഞ്ഞ ഒരു ബിൽഡിങ്ങാണ്. ആരുമില്ല അവിടെ, എല്ലാം ബ്ലോക്ക്ഡാണ്. അങ്ങനെ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എപ്പോഴൊക്കെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടി, ചിലപ്പോൾ ആ ഒരു സ്പോട്ടിലൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ചർച്ചിൻ്റെ ലൊക്കേഷനൊക്കെ. അങ്ങനെ ഞാൻ എൻ്റെ വേറെ ഒരു സിസ്റ്റർ ഉണ്ട് ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ജസ്റ്റ് നെക്സ്റ്റ് റൂമിൽ വേറെ ഒരു ജോലി സ്ഥലമുണ്ട്. അവിടെ ഒരു സിസ്റ്റർ ജോലി ചെയ്യുന്നിടത്ത് ഞങ്ങൾ ചോദിച്ചു, അങ്ങനെ വല്ല ആരാധന സ്ഥലം ഇന്ന ഒരു ലൊക്കേഷനിൽ ഉണ്ടോ, നമുക്ക് വല്ലതും അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത് അവിടെ ഒരു കോളേജുണ്ട്. ആ സ്ഥലത്ത് ഞാൻ എപ്പോഴും ബസ്സിൽ പോകുമ്പം തൊട്ടടുത്ത് ഒരു നല്ല ആരാധന ഉണ്ട് അവിടെ. ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു, എന്നാൽ അത് ഇങ്ങനൊരു ലൊക്കേഷനും അവിടെ ഇങ്ങനൊരു ആരാധനയും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വരുന്ന ഞായറാഴ്ച 10 മണിയായപ്പം ഞങ്ങൾ അവിടെ പോയി. അവിടെ ആ സ്ഥലം കണ്ടുപിടിച്ചു. ഞങ്ങൾ ആ ആരാധനയിൽ കയറി. അവിടെയും മലയാളം സർവീസ് തന്നെയാണ്. പക്ഷേങ്കിൽ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമുക്ക് ബുക്കിനകത്തൊന്നും വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്നീ പാട്ട് അറിയാമെങ്കിൽ പാട്ട് പാടാം, അല്ലേ നമ്മൾ അവിടെ പാസ്റ്റർ പറയുന്നതൊക്കെ കേൾക്കാം. നമുക്ക് അതിൻ്റെ അത്യാവശ്യമായിട്ടുള്ള മലയാളം നമുക്ക് അറിയാം. അതുകൊണ്ട് അത് കുറച്ച് ഞങ്ങൾക്കൊരു സന്തോഷമായിരുന്നു. ഈ ആരാധന കഴിഞ്ഞപ്പോൾ ആ പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ബിക്കോസ് ഞങ്ങൾ പുതിയതായിട്ട് വന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അന്യഭാഷ ഇങ്ങനെ പറഞ്ഞു. അന്യഭാഷ പറയുന്നു, മലയാളത്തിൽ അതെന്തുവാണെന്നുള്ളതും ഇങ്ങനെ വ്യാഖ്യാനമായിട്ട് പറയുന്നു. അപ്പം എനിക്ക് ഭയങ്കര അതിശയം തോന്നി. കാരണം എന്നെപ്പറ്റി പ്രാർത്ഥിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും ആരോടും അറിയിക്കാത്ത വിഷയങ്ങളെന്ന് വെച്ചാൽ എൻ്റെ പണ്ടത്തെ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, അല്ലെ എൻ്റെ അമ്മ, എൻ്റെ ഒക്കെ കാര്യങ്ങൾ, അങ്ങനെ ഒക്കെ ഇങ്ങനെ ദൈവീകമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷം അതിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് എന്താ എന്ന് പറഞ്ഞാൽ, എനിക്കങ്ങ് ഫീൽ ചെയ്തു, ഞാൻ ജീവിച്ചു വരുന്ന ഓരോ ഘട്ടത്തിൽ ദൈവം ഏറ്റവും അടുത്ത് നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം നമ്മളെ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നുള്ള ആ ഒരു നല്ല ഒരു ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. എന്നെ അങ്ങ് ടച്ച് ചെയ്തത്. അപ്പം എന്തോ പറ്റിയെന്ന് പറഞ്ഞാൽ, ഈ സംഭവം എനിക്ക് ഒത്തിരി സന്തോഷമായിപ്പോയി. എനിക്ക് ആ ഒരു ആലോചനയായിട്ട് കിട്ടിയതൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ ആ സഭ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ആ സഭയിൽ നിന്ന് ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി വന്നപ്പോൾ വേറെ അതിശയം എന്ന് പറയട്ടെ, ഞങ്ങളുടെ ആ സഭയിൽ നിന്ന് ഉള്ള നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ബിൽഡിങ് വലിയതായിട്ട് എഴുതിയിട്ടുണ്ട് പീസ് കോട്ടേജ് എന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. എന്താന്ന് പറഞ്ഞാൽ, അതാണല്ലോ നമ്മൾ കണ്ടത്. അപ്പം ദൈവം നമ്മളെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷനിലാണ് കൊണ്ടുവന്നതെന്നും ദൈവം അറിയിക്കുകയാണ്.